എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുനൂർ, പൂനെ. ഞാനിന്നൊരു പുതിയ വിഷയമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമ്മളൊക്കെ പണ്ടൊക്കെ ഒരു കൂട്ടുകുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളുകളാണ് അല്ലേ? ഇന്ന് കൂട്ടുകുടുംബം കാണാനില്ല, എല്ലാം കുടുംബങ്ങളായി മാറി. കല്യാണം കഴിഞ്ഞാൽ എല്ലാവരും വേറെ മാറിപ്പോൾ അവർക്ക് സ്വന്തമായി വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിയുന്നൊരവസ്ഥയാണ്. പക്ഷെ അന്നത്തെ കൂട്ടുകുടുംബങ്ങളുടെ സന്തോഷവും സമാധാനവും സാഹചര്യവും സന്ദർഭമൊക്കെ തികച്ചും വ്യത്യസ്തമാണ്. കാരണം കുടുംബങ്ങളാകുമ്പോൾ കുറേ സഹോദരന്മാരുണ്ടാവും, സഹോദരിമാരുണ്ടാവും. അവരുടെ ഇടയ്ക്ക് നിന്നിട്ട് അങ്ങനെ ഒരു പ്രൈവസി ഇല്ലാത്തൊരവസ്ഥയാണ്. എല്ലാവരും കളിയും ചിരിയാണെങ്കിലും ഭാര്യയും ഭർത്താവും പോലും കിടക്കറയിൽ മാത്രമേ അവർക്കൊന്ന് കാണാൻ പോലും പറ്റൂ, സംസാരിക്കാൻ പറ്റൂ എന്നുള്ളൊരവസ്ഥയായിരുന്നു. കാരണം അവിടെ ഒരു പ്രൈവസി കുറവായിരുന്നു. ഈ ഏത് കാലഘട്ടത്തിലും സ്ത്രീകൾ അഭിമുഖീകരിച്ചിരുന്നൊരു പ്രശ്നമായിരുന്നു ആർത്തവ കാലത്തെ പ്രശ്നങ്ങൾ. അതൊരു ജോയിൻറ്റ് ഫാമിലി ആകുമ്പോൾ തീർച്ചയായും അവർക്ക് പ്രത്യേകം റെസ്റ്റ് എടുക്കാനൊന്നും പറ്റില്ല, സ്വന്തം കാര്യങ്ങൾക്കങ്ങനെ പ്രാധാന്യം കൊടുക്കാൻ പറ്റില്ല, സ്വന്തം മക്കളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ പറ്റില്ല. പക്ഷേ ഇന്നൊക്കെ നമുക്ക് നമ്മുടെ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കാം. അവിടെ വേറെ ഒരാളില്ല, നമ്മളും നമ്മളെ മക്കളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ആർത്തവ കാലത്ത് അമിതമായ രക്തസ്രാവം അല്ലേ, ചോരയൊക്കെ ഒരുപാട് നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ഒരുപാട് വേദനയും വിഷമവും ക്ഷീണമൊക്കെ അനുഭവിക്കുന്ന ആ സമയത്ത് അവർക്ക് റെസ്റ്റ് കിട്ടാറില്ല. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് അന്നത്തെ കാരണന്മാർ കണ്ടുപിടിച്ചൊരു കാര്യമാണ്, ആ സമയത്ത് ആ സ്ത്രീകളെ അശുദ്ധരായിട്ട് പ്രഖ്യാപിക്കും, അശുദ്ധിയായി. അപ്പോൾ ആ സ്ത്രീയുടെ അടുക്കളയിൽ കയറാൻ പാടില്ല, ഒരകത്തും പാടില്ല, ഒരു വെള്ളം തൊടാൻ പാടില്ല, കിണർ തൊടാൻ പാടില്ല, ഒരു പണിയും ചെയ്യാൻ പാടില്ല. ഒരു പ്രത്യേകം ഒരു റൂമിൽ, അല്ലെങ്കിൽ അതിന് അന്നത്തെ കാലത്തൊക്കെ വലിയ വലിയ തറവാടുകൾ പ്രത്യേകം വീടുകളുണ്ടായിരുന്നു, അവിടെ വരെ പാർപ്പിക്കും. അവർക്ക് ഭക്ഷണമൊക്കെ ബാല്യക്കാരികൾ അവിടെ എത്തിക്കും. അപ്പോൾ ഇതുകൊണ്ടൊക്കെ അന്ന് എനിക്ക് തോന്നുന്നു അവർ മനസ്സിലാക്കിയത് അവർക്ക് റെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അത് വിശ്വാസത്തിൻ്റെ പേരിലാകുമ്പോൾ എല്ലാവരും പാലിക്കുമായിരുന്നു. ഇപ്പോൾ ആ സ്ത്രീകൾക്ക് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ആരും സമ്മതിക്കില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് അതിനൊന്നും പ്രശ്നമില്ല. നമ്മളെ സ്ത്രീകൾക്ക് റെസ്റ്റ് കൊടുക്കാൻ പറ്റും.